സഹോദരന്മാരെ, ശിർക്ക് വിദ്ഗത്തുകൾക്കെതിരെ അടരാടി ശിർക്കിനെ നാലായിരത്ത് പോലും കടന്നു വരാൻ സാധ്യമല്ലാത്ത വിധം പുറന്തള്ളിയ ഒരു നാടാണിത്. ഇതുപോലെയുള്ള അപൂർവം നാടുകൾ മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളൂ. നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ പടച്ചവനാണ് എൻ്റെ ആരാധ്യൻ, അവനെ മാത്രമേ ഞാൻ ആരാധിക്കൂ, മറ്റെല്ലാം സൃഷ്ടികളാണ്, ആരാധനയുടെയോ പ്രാർത്ഥനയുടെയോ ഒരു പ്രവർത്തനവും സൃഷ്ടികൾക്ക് കൊടുക്കുകയില്ല, അത് സൃഷ്ടാവിനെ കൊടുക്കൂ. അവൻ ഏകനാണ്, അവൻ ഒരുത്തനാണ്, സൃഷ്ടാവ് അവൻ മാത്രമേ ഉള്ളൂ, മറ്റെല്ലാം സൃഷ്ടികളാണ്. അതുകൊണ്ട് സൃഷ്ടാവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അവനല്ലാതെ മറ്റാർക്കും നമുക്ക് ചെയ്തു തരാൻ കഴിയാത്ത കാര്യങ്ങൾ, അത് സൃഷ്ടികളോട് ചോദിച്ച് നിങ്ങളുടെ ജീവിതത്തെ പാഴാക്കുകയും അങ്ങനെ ശിർക്ക് ചെയ്തുകൊണ്ട് കാലാകാലവും നരകത്തിൽ കിടക്കുകയും ചെയ്യുന്ന അവസ്ഥ പാടില്ല എന്ന് നമ്മുടെ പൂർവികന്മാർ ഈ തെരുവുകളിലും ഈ ഗ്രാമങ്ങളിലും നടന്ന് വഴന്നു പറഞ്ഞ് ഉപദേശങ്ങൾ കൊടുത്ത് ഉത്ബോധനം നടത്തി പള്ളികൾ സ്ഥാപിച്ച് മദ്രസകൾ സ്ഥാപിച്ച് അറബി കോളേജുകൾ സ്ഥാപിച്ച് ഇവിടെയുള്ള പരിസര ജനങ്ങളെ മുഴുവനും സമുദ്ധരിച്ചപ്പോൾ ഈ നാടിന് അങ്ങനെ ഒരു പേര് കിട്ടി. അഥവാ ശിർക്ക് പുറത്ത്, ഷിർക്കിന് ഇവിടെ സ്ഥാനമില്ല, അതിനിവിടെ ലാ മർഹബൻ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസം ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഈ നാട്ടിലേക്ക് ലാ മർഹബൻ, സ്വാഗതമില്ല എന്ന് പ്രഖ്യാപിച്ച നാടാണിത്. അവിടെയാണ് ഈ ദാറുൽ ഖുർആൻ ഉയർത്തി നിൽക്കുന്നത്.